welcome back to my YouTube channel. Hi my cuties, welcome back to my YouTube channel. എൻ്റെ ഗേളീസിനെ കണ്ട് കുറേ ദിവസമായി. ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഒരു വാലന്റൈൻ ഡേ വീക്ക് ഒരു വ്ളോഗായിരുന്നു. ഇറ്റ് വാസ് എ ഷോർട്ട് വ്ളോഗ് ആൻഡ് നമ്മൾ ഗേളീസിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. സോ ഐ തോട്ട് ടു ഷൂട്ട് എ വീഡിയോ ടുഡേ. ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കുറച്ച് ഗേളീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചേച്ചി അപ്ലോഡ് ചെയ്യുക. ആൻഡ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലോ അപ്പ് വ്ളോഗാണ്. യെസ്, ഞാൻ മാത്രമല്ല നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഗ്ലോ അപ്പ് ആവണം. ഓക്കെ, അപ്പോൾ ചേച്ചി പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതി. വലിയ പണിപ്പെട്ടുള്ള പരിപാടിയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. സിമ്പിൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒന്ന് ഗ്ലോ അപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോറി, എനിക്കൊരു കൊറിയർ വന്നു. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് കടക്കാം. ആൻഡ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആസ് യു ക്യാൻ സീ, ഇതുണ്ടോ, ഞാൻ പൊള്ളുന്നു. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഗ്ലോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. ആകെക്കൂടെ ടയേർഡായി, എൻ്റെ ഫേസൊക്കെ അത്യാവശ്യം ടാൻ അടിച്ച് നാശമായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പോയിട്ട് ഈ ഒരു ഫേസ് കഴുകാം, മേക്കപ്പ് ഒക്കെ കളയാം, എന്നിട്ട് നമുക്ക് നമ്മളുടെ ഗ്ലോ പ്രോട്ടീനിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ഫേസ് ഒക്കെ കഴുകി. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ചെയ്യുന്ന ഓർഡറാണ് കേട്ടോ. നിങ്ങളുടെ ഓർഡർ ചിലപ്പോൾ ഇതായിരിക്കില്ല. അപ്പം ഞാൻ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് ഓയിൽ എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് നാൽപ്പാമരാതി എണ്ണയാണ്. നാൽപ്പാമരാതി, ഓക്കെ, നാൽപ്പാമരാതി ഓയിൽ ആണ് ഞാൻ എടുക്കുന്നത്. സോ ഇത് കുറച്ചെടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡെയിലി തേക്കുന്നത് ആക്ച്വലി വളരെ നല്ലതാണ്, ഈ ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഡെയിലി തേക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടാവാറില്ല. അപ്പം നാൽപ്പാമരാതി എണ്ണ ഞാൻ മുഖത്തൊക്കെ തേച്ചു. ഇനി നമുക്കറിയുന്ന ചെറിയ ഫേഷ്യൽ മസാജ് എന്തെങ്കിലും ചെയ്യാം. ഞാൻ കൂടുതലും ഇതൊക്കെയാണ് ചെയ്യാറ്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ്. ആൻഡ് ലൈക്ക് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഓയിൽ ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഒരിക്കലും ഫേസ് മസാജ് ചെയ്യരുത് കേട്ടോ. സോ നമുക്ക് കുറച്ച് നേരം ഫേഷ്യൽ മസാജ് ഒക്കെ ചെയ്തിട്ട് ഈ ഒരു ഓയിൽ നമുക്കൊരു 20-30 മിനിറ്റ്സ് എങ്കിലും ഒന്ന് മുഖത്ത് പിടിപ്പിക്കണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തിട്ട് വരാം. ഒരു 1/2 hour ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട്. ഇനി ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകണേ എന്ന് വെച്ചാൽ, ഒരു സ്ക്രബ് ഇടും, ഏതെങ്കിലും ഒരു സ്ക്രബ് ഇടും. ആൻഡ് ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോണ സ്ക്രബ് എന്ന് പറയുന്നത് ഗ്ലാംവേദ റൈസ് വാട്ടർ സ്ക്രബാണ്. ഇത് കുഴപ്പമില്ലാത്തൊരു സ്ക്രബാണ്. നമുക്ക് അത്യാവശ്യം ടാനൊക്കെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഹോം മെയ്ഡ് എന്തെങ്കിലും സ്ക്രബ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ആൻഡ് ഞാനിപ്പം ഈ ഒരു ഓയിലില്ലേ, അത് ഫേസ് വാഷ് ഇട്ട് കളഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഇട്ടൊന്ന് കഴുകിയിട്ടേ ഉള്ളൂ. ഇനി ഞാൻ ഈ സ്ക്രബ് ഇട്ടിട്ടാണ് ഞാൻ ആ ഒരു ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് കളയത്തുള്ളൂ. ഓക്കെ, ഈ ഒരു സ്ക്രബ് ഞാൻ ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം ഞാൻ ഫേസ് നന്നായിട്ട് ആവി പിടിക്കും. ഓക്കെ, ആവി പിടിക്കുമ്പോഴാണ് ഞാൻ നന്നായിട്ട് ഇതിങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കളയുന്നത്. അപ്പോഴാണ് അത് കുറച്ച് നേരം ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ ആവി പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ്സ് വയ്ക്കാം. നമ്മളുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവലാണ്. ഞാൻ മിനിസോന്ന് വാങ്ങിച്ച നോ സ്ട്രിപ്പാണത്. ബാലൻസ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ യൂസ് ചെയ്ത് തീർത്തു. കുറച്ച് വേദന സഹിച്ചിട്ടാണെങ്കിലും ഇത് പറിച്ചെടുക്കുമ്പോൾ എനിക്കങ്ങനെ വൈറ്റ് ഹെഡ്സ് ആണുള്ളത്, ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ ഇല്ല. പക്ഷെ ഇത് വലിച്ച് പറിച്ചെടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ കുറേ കരയുന്നുണ്ട്, ബിക്കോസ് നല്ല വേദന. കുറേ നാളിന് ശേഷമാണ് ഞാൻ വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാടില്ല, പക്ഷെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ.
കണ്ടോ, ഇതിനകത്ത് എത്രയാന്ന് നോക്കിയേ. വൈറ്റ് ഹെഡ്സ് അല്ല, വൈറ്റ് ഹെഡ്സിനെക്കാട്ടും കൂടുതൽ ആ കുഞ്ഞ് രോമമല്ലേ ഇല്ലേ നമ്മളുടെ മൂക്കിൻ്റെ മേലുള്ള ആ രോമമാണ് കൂടുതൽ. ആൻഡ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണ ഈ ഒരു മാസ്ക് ഇത് വെരി സിമ്പിളാണ്. കടലപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോ പ്യൂരി ആൻഡ് കുറച്ച് തൈര്. ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഫേസ് മാസ്കിന് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓരോ വീക്കും ഡിഫറെൻറ്റ് മാസ്കൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുക. മിക്കതും ഹോം മെയ്ഡ് തന്നെയായിരിക്കും. ആൻഡ് ഇന്ന് ഞാൻ ഫേസ് മാത്രമേ നമുക്ക് കാണിക്കുന്നുള്ളൂ. ഐ മീൻ ഫേസ് കെയർ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഹെയർ കെയർ ഞാൻ അടുത്ത ദിവസം കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഹെയർ ഓയിലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ, അതിൻ്റെ കൂടെ 3 drops ഓഫ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എസെൻഷ്യൽ ഓയിലാണ്, സോ വാരി പൊത്താൻ നിൽക്കരുത്. ആൻഡ് അതിനുശേഷം ഞാൻ വുഡൻ കോംബ് വെച്ച് നന്നായിട്ട് കോംബ് ചെയ്യുന്നുണ്ട് ഫോർ ദ ബ്ലഡ് സർക്കുലേഷൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് കുളിച്ചിട്ട് വരാം. ഗ്ലോ അപ്പിൻ്റെ അവസാന ഭാഗമായി നമ്മൾ കുളിച്ചു ഗൈസ്. കുളിക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല. പൊതുവേ പെൺപിള്ളേരെ പറ്റി നിങ്ങൾക്കൊരു തോട്ടുണ്ട്. ഞങ്ങൾ കുളിക്കാറില്ല, പക്ഷെ ഞങ്ങൾ കുളിക്കാറുണ്ട്. ഞങ്ങൾ എന്നും മേല് കഴുകും, ഓക്കെ. എന്നിട്ട് ഞങ്ങൾ വീക്ക്ലി 2-3 days ഒക്കെ ആയിരിക്കും ഞങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. ബിക്കോസ് നിങ്ങളെപ്പോലെ ഇങ്ങനെ കുറച്ച് കപ്പിൽ ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ചാൽ പോരെ. ഞങ്ങൾക്ക് കുളിക്കുമ്പം ടൈം എടുത്തൊക്കെ വേണം തല കഴുകാൻ. പിന്നെ തല എന്നും ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വീക്ക്ലി 2-3 days തല കഴുകാറുള്ളൂ, ഓക്കെ അല്ലേ ഗേളീസ്? യെസ്. സോ ഇനി കുളിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ആസ് യൂഷ്വൽ നമുക്കൊരു കുറച്ച് ലോഷൻ ഇടാം. ബിക്കോസ് വി നീഡ് ടു ബി ഹൈഡ്രേറ്റഡ് അല്ലേ. ഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിൽ നിന്നുള്ള ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം ഫ്രം ഇൻസൈഡ് ആൻഡ് ഔട്ട്. അപ്പോൾ ഔട്ട് കുറച്ച് ഹൈഡ്രേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഐ ആം ടേക്കിംഗ് ദിസ് വാസ്ലിൻ ബോഡി ലോഷൻ. ഇത് ഞാൻ ദുബായ് പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു. വേറെയും എൻ്റെ അടുത്ത് ക്രീംസ് ഉണ്ട് കേട്ടോ. ഞാൻ ചില ദിവസം ഇതിടും, അതൊക്കെ എൻ്റെ മൂഡ് പോലെ ഇരിക്കും. നമുക്ക് ചില ദിവസം ഇത് തോന്നും, ചില ദിവസം ആ ക്രീം ഇടാൻ തോന്നും. അപ്പം നമുക്കിന്ന് വാസ്ലിൻ തയ്ക്കാം. യെസ്, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല പ്ലംബി ആയിട്ടിരിക്കട്ടെ കൈയും കാലൊക്കെ അല്ലേ. ആൻഡ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് എന്താണ്, നമുക്കിനി ഫേസിൽ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇടാം. And I am using the moisturizer from Simple എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അത് സിമ്പിളാണ്. അങ്ങനെയല്ല കേട്ടോ, സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മുഖത്തിട്ടാണ്ടല്ലോ അറിയില്ല, അങ്ങോട്ട് അബ്സോർബായിട്ട് അങ്ങോട്ട് പോവും. നല്ല രസമാണ് ഇതിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറയുമ്പോൾ നമ്പൂതി പറയുന്നവരുണ്ട്, അത് ഇതിവിടെ തട്ടിയിട്ടാട്ടോ. ഓക്കെ, ദെൻ നമുക്ക് എന്തിടാം നമുക്ക് ലിപ് ബാം. യെസ്, ഇതിപ്പോൾ നൈറ്റ് സ്കിൻ കെയർ ഞാൻ കാണിക്കുന്നില്ല, അത് ഇതിൻ്റെ കൂടെ കൂട്ടുന്നില്ല. ജസ്റ്റ് നമ്മളുടെ ഒരു വീക്കെൻഡ് ഗ്ലോ അപ്പ്. പക്ഷെ ഇതിൻ്റെ കൂടെ ചേച്ചി ഒരു സാധനം കൂടി ഇടും. ചേച്ചി ചിലപ്പം ഞാൻ സ്റ്റുഡിയോന്ന് കഴിഞ്ഞ ദിവസം അണ്ടർ ഐ പാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഉറപ്പില്ല അത് വേണമെങ്കിൽ നമുക്ക് വീക്കെൻഡ് ഗ്ലോയിൻ്റെ ഭാഗമായിട്ട് ഇടാം. അത് നമുക്ക് എന്തായാലും ഇടാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് മാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ, നിങ്ങൾ വീക്ക് ഗ്ലോ അപ്പിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം ഷീറ്റ് മാസ്ക് ഇട്ടതുകൊണ്ടാണ് ഞാൻ പിന്നിടാത്തത്. ഓൾസോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ റേസർ വെച്ചിട്ട് ഷേവ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് അത് ഇന്ന് ഞാൻ കാണിക്കാഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ ഈ ഒരു ഗ്ലോ അപ്പിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസ് അതേ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഹെയറിൻ്റെ ഹെയർ കെയറോ അല്ലെങ്കിൽ ഞാൻ ബോഡി ഗ്ലോ അപ്പ് ഒന്നും കാണിച്ചിട്ടില്ല. ബിക്കോസ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഞാൻ ഇത് ആദ്യം കാണിച്ച് പിന്നെ നമുക്ക് വേറൊരു വീഡിയോയിൽ ബോഡി ഗ്ലോ അപ്പ് ഹെയർ കെയർ ഒക്കെ നമുക്ക് ചെയ്യാം ആസ് സൂൺ ആസ് പോസിബിൾ. സോ ഇത്രയുള്ള എൻ്റെ ഗ്ലോ അപ്പ്. ഓക്കെ, ഞാൻ ഗ്ലോ ആയില്ലേ. സോ ഗേൾസ്, വൈ വി നീഡ് ദിസ് ഗ്ലോ അപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി കോളേജിൽ പോകും, ഓഫീസിൽ പോകും, അവിടെ പോകും, ഇവിടെ പോകും. പക്ഷേ നമ്മൾ വീക്കെൻഡ് കിട്ടിയാൽ പോലും നമ്മൾ ചുമ്മാ കിടന്നുറങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നല്ലാതെ നമ്മളെ കെയർ ചെയ്യാനുള്ള ടൈം എടുക്കുന്നില്ല. സോ നമുക്ക് ഈ വീക്കെൻഡ് കിട്ടുന്ന സമയത്ത് ഇത്രയും ബേസിക്കായിട്ട് ഈ കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മളുടെ ഫേസ് ഒന്ന് റീഫ്രഷായി ഇരിക്കും. ആൻഡ് ഈ ബേസിക് ആയിട്ടുള്ള ക്ലെൻസിങ് അല്ലെങ്കിൽ ഫേസ് മസാജ്, പിന്നെ ജസ്റ്റ് സ്ക്രബ് ചെയ്യുക, സ്റ്റീം ചെയ്യുക, ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരു സിമ്പിൾ ഒരു ഫേസ് മാസ്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പോർസ് ഒക്കെ ഒന്ന് ക്ലീൻ ആവും. അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ തന്നെ പോകും. നമ്മളുടെ ആ ഒരു വീക്ക് നമ്മൾ അച്ചീവ് ചെയ്ത ആ ടാൻ കൂടെ നമുക്കൊന്ന് പോയി കിട്ടും. അപ്പോൾ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 2-3 കൊല്ലമൊക്കെ ആയിട്ട് ഇത് ചെയ്യാറുണ്ട്. മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യും. ഒരു വീക്കിൽ ഒരു ദിവസം അത്രയും ചെയ്താൽ മതി, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അതിന് പുറമെ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോഴായിരിക്കും ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നല്ലേ എന്ന് തോന്നുന്ന ആ മൊമെൻറ്റിൽ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്തോ.
അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ട് സ്കിൻ ടോൺ മറ്റേ ഇതിൽ നിന്ന് മാറി ഇങ്ങനെ ആവും, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് തന്നെ ഒരു ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യും. ഓക്കെ, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടിയ പോലെ തോന്നും. സോ മൈ ഗേൾ ഈസ് ദിസ് ഈസ് യുവർ സൈൻ. ഓക്കെ, സ്റ്റോപ്പ് ബീങ് ദാറ്റ് ടയർഡ് ഗേൾ ആൻഡ് സ്റ്റാർട്ട് എൻറ്ററിങ് ടു ദാറ്റ് ഗ്ലോ പെറ. ഓക്കെ, ആക്ച്വലി ഞാനിന്ന് ഐ പാച്ച് വെക്കുന്നില്ല, ബിക്കോസ് ഞാൻ ഇന്നലെ വെച്ചു. കഴിഞ്ഞ ദിവസം ഷീറ്റ് മാസ്ക് ഇട്ടു. അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഈ ഇത്രയും ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു മാസ്കും കൂടി ഇടുമ്പോൾ നല്ല പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച മാസ്ക് ആണെങ്കിൽ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ. നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ ഒരു സെറമൊക്കെ ഇങ്ങനെ മുഖത്തായിട്ട് ആ ഒരു ഗ്ലോയിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. സോ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ വീക്ക് ഫേസ് ഗ്ലോ അപ്പ് റൊട്ടീൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തൊക്കെ വീഡിയോസ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം രഞ്ജിമ. ടാറ്റാ, ബൈ, സീ യു.